ഷോർട്ട് സെല്ലിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും നോക്കാം. ഷോർട്ട് സെല്ലിംഗ് വിപണിയിലെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുകയും വില താഴുകയും ചെയ്യുന്നതിലൂടെ ബിഡ് ആസ്ക് സ്പ്രെഡ് മെച്ചപ്പെടുത്തുകയും ന്യായമായ വില നിർണ്ണയിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. അതേപോലെ പോർട്ട്ഫോളിയോയിലെ ലോങ് പൊസിഷനുകളുടെ ഡൗൺവേർഡ് റിസ്ക് ഒഴിവാക്കുന്നതിനായി ഹെഡ്ജ് ചെയ്യാനുള്ള അവസരവും നൽകുന്നു. ലോങ്ങും ഷോർട്ട് പൊസിഷനുകളും എക്സ്പോഷർ ഉള്ളതിനാൽ പോർട്ട്ഫോളിയോയുടെ മൊത്തത്തിലുള്ള ചാഞ്ചാട്ടം നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും. ഇതിലൂടെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ കരസ്ഥമാക്കാം തുടങ്ങിയവയൊക്കെ ഷോർട്ട് സെല്ലിങ്ങിൻ്റെ അനുകൂല വശങ്ങളാണ്. അതേസമയം പ്രതികൂലമെന്ന് കരുതിയ സാഹചര്യം പൊടുന്നനെ മാറുന്നത് പോലുള്ള അവസ്ഥ സംജാതമായാൽ ഓഹരി വില വളരെ വേഗത്തിൽ തിരയെ കയറാം. അതേപോലെ വിപണിയിൽ ലഭ്യമായ ഓഹരികളുടെ എണ്ണം താരതമ്യേന കുറവാണെങ്കിൽ ഓഹരി വായ്പയെടുത്തുള്ള ഷോർട്ട് സെല്ലിംഗ് റിസ്ക് കൂടുതലാണ്. വാങ്ങുമ്പോൾ വില 0 വരെയാകാം എന്നതാണ് പരമാവധി റിസ്ക് എങ്കിൽ ഷോർട്ട് സെല്ലിങ്ങിൻ്റെ റിസ്ക് അളവില്ലാത്തതാണ്. കാരണം വില എവിടെ വരെ ഉയരുമെന്ന് പറയാനാവില്ല. അതേപോലെ ചാഞ്ചാട്ടം കൂടിയാൽ ഓഹരികളിൽ എക്സ്ചേഞ്ച് ലിമിറ്റ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്ട് സെൽ നിരോധിക്കാനും സാധിക്കും. സമാനമായി വായ്പ നൽകിയ ഓഹരി ബ്രോക്കർക്ക് എപ്പോൾ വേണമെങ്കിലും തിരികെ ചോദിക്കാനാകും. ഇതൊക്കെ മികച്ച വില നേടുന്നതിൽ നിന്നും തടയിടുന്ന സാഹചര്യങ്ങളാണ്. കൂടാതെ ഷോർട്ട് സ്ക്വീസിംഗ് സംഭവിക്കാം. ഷോർട്ട് സെല്ലർമാർ എല്ലാവരും ഒരേ സമയം കവർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിവേഗം വില ഉയരുന്ന സാഹചര്യമാണിത്. ചുരുക്കി പറഞ്ഞാൽ അതിവേഗത്തിലുള്ള ലാഭം പ്രലോഭനം ചെലുത്തിയേക്കാമെങ്കിലും ഉയർന്ന റിസ്ക് ഉള്ളതിനാലും കനത്ത നഷ്ടം നേരിടാമെന്നതിനാലും പരിചയവും വൈദഗ്ധ്യവും ഇല്ലാത്ത ട്രേഡർമാർ ഷോർട്ട് സെല്ലിങ്ങിന് തുനിയരുത്.